ഹായ് ഗൈസ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്ന മൂവ് സീറോസ് എന്ന് പറഞ്ഞ ഒരു ലീഡ് പ്രോബ്ലം ആണ്. ഇത് അത്യാവശ്യം വാം അപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നതാണ്. ബട്ട് കുറേ പേര് ഇത് ഡിഫിക്കൽട്ട് ആയിട്ട് കാണാറുണ്ട്. എനിവേസ്, നമ്മുടെ എൻ്റയർ എക്സ്പ്ലനേഷൻ മലയാളത്തിലായിരിക്കും. ഓക്കെ, സോ ഞാൻ ഇതിൻ്റെ ഫുൾ കോൺസെപ്റ്റും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. സോ നോ നീഡ് ടു വറി. ആൻഡ് ഏറ്റവും പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഒബ്വിയസ്ലി. നമുക്ക് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് വായിച്ചിടാം. സോ മൂവ് സീറോസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് നമുക്കൊരു അറ തന്നിട്ടുണ്ട്. ആ അറയ്ക്കകത്ത് നമുക്ക് ബേസിക്കലി കുറച്ച് സീറോസ് ഒക്കെ ഉണ്ട്. പക്ഷേ സീറോസ് എവിടേക്കാണെന്ന് പോലും നമുക്ക് പോലും അറിയത്തില്ല. ഓക്കെ, പക്ഷേ ഈ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീറോസിനെ അല്ല നമുക്ക് ഒരു സ്ഥലത്തേക്ക് ആക്കണം. അതായത് അറയുടെ ഏറ്റവും ലാസ്റ്റിലേക്ക് ഈ സീറോസിനെ ആക്കണം. ഓക്കെ, അതായത് ഇപ്പം ഈ ഒരു എക്സാമ്പിൾ അത് നോക്കുവാണെങ്കിൽ ഇവിടെ രണ്ട് സീറോസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെ നമ്മൾ മാറ്റിയിട്ട് ഈ രണ്ട് സീറോസിനെ ഏറ്റവും ലാസ്റ്റിലേക്ക് ആക്കണം. പിന്നെ മെയിൻറ്റെയിനിങ് ദ റിലേറ്റീവ് ഓർഡർ ഓഫ് നോൺ സീറോ എലമെന്റ്സ്. ഓക്കെ, അതായത് 1 3 12 ആണല്ലോ നമ്മുടെ നോൺ സീറോ എലമെന്റ്സ്. അവരുടെ ഓർഡർ കറക്റ്റ് അല്ലേ? ഓക്കെ, 1 3 12 അല്ലാതെ 12 3 1 അങ്ങനെ ഒന്നുമല്ലോ എന്തെങ്കിലും. സോ ആ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട. അപ്പം അവർ അടുത്തടുത്ത് വേണമെന്ന് ഉണ്ട്. ഓക്കെ, ആൻഡ് അവരുടെ ഓർഡർ സെയിം ആയിരിക്കണം. സോ ദാറ്റ് ഈസ് എ മെയിൻ തിങ്. ഓക്കെ, 1 3 12 ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ സീറോസ് എപ്പോഴും അറ്റത്ത് വരണം. സോ അത്രേ ഉള്ളൂ. അപ്പം സീറോ എലമെന്റ്സ് ആണെങ്കിൽ, അല്ല ഇത് സീറോ ഒറ്റ എലമെന്റ് ഉള്ളെങ്കിൽ ഒബ്വിയസ്ലി ലൈക്ക് അത് ഈ ഒരു കേസ് ആയിരിക്കും വരുന്നത്. സോ അതാണ് നമ്മുടെ മെയിൻ പ്രോബ്ലം. സോ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ബിക്കോസ് ലൈക്ക് ദിസ് ഈസ് ഗോയിങ് ടു ബി വെരി ഗുഡ് പ്രോബ്ലം. ബിക്കോസ് എന്താ പറയുക, നമ്മൾ ഈ ഒരു പ്രോബ്ലം വെച്ച് നമുക്ക് ഒത്തിരി പാറ്റേൺസ് കിട്ടും. ഓക്കെ, സോ ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. സോ ബേസിക്കലി ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിനകത്ത് നിങ്ങൾക്കിപ്പോൾ എന്തായിരിക്കും തോന്നുന്നത്? ലൈക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്നായിരിക്കും. സീറോസിൻ്റെ അടുത്ത് എല്ലാം ബാക്കിലേക്ക് ആകും. അപ്പം നമുക്കൊരു ചെറിയൊരു മെൻറ്റാലിറ്റി വരും. ഓക്കെ, എന്നാൽ പിന്നെ സീറോസിൻ്റെ എടുത്തിട്ട് നേരെ ഈ സീറോയും 12 എടുത്ത് സ്വാപ്പ് ചെയ്തിട്ടും ഓക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അപ്പം നമുക്ക് വിചാരിക്കും ഓക്കെ 12 ഇവിടെ വന്നു. ലൈക്ക് ഇവിടെ തന്നെ എഴുതാം നമുക്ക്. ഓക്കെ, ലൈക്ക് 12 ഇവിടെ വന്നു, പിന്നെ സീറോ ഇവിടെ വന്നു. ഓക്കെ, കൊള്ളാം. വർക്കാവുന്നുണ്ട്. ആ, അടുത്ത് എന്ത് ചെയ്യാം? ലൈക്ക് ഓക്കെ ഈ അപ്പം നമുക്ക് 1 വന്നു. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ സീറോ വന്നിട്ടുണ്ട്. ഓക്കെ, അന്ന് ഈ സീറോനെ എടുത്തിട്ട് നമുക്ക് വീണ്ടും അതിനെ ബാക്കിലേക്ക് ആക്കാം. ലൈക്ക് നമുക്ക് ആ ഒരു മെൻറ്റാലിറ്റിക്ക് വരും. ഓക്കെ, അടുത്ത പൊസിഷനിലേക്ക് സ്വാപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത പൊസിഷൻ ഇവിടെ ഓൾറെഡി സീറോ ഫിൽ ആയതുകൊണ്ട് തന്നെ ഈ സീറോ എടുത്ത് നമ്മൾ ഈ 3 പൊസിഷനിലേക്ക് സ്വാപ്പ് ചെയ്തു. ഇപ്പോൾ ഇവിടെ സീറോ ആയി. ഈ 3 എടുത്ത് ഇങ്ങോട്ടേക്ക് സ്വാപ്പ് ചെയ്തു 3. അപ്പോൾ നമുക്ക് അപ്പോൾ എന്താ ഫൈനൽ ആൻസർ എന്ത് വന്നു? 12 1 3 0 0. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി നമുക്ക് ആവാൻ വരും. പക്ഷേ ആൻസർ ഈസ് ദാറ്റ് ഡസൻ വർക്ക്. വൈ? കാരണം ഇവിടെ 12 1 3 എന്നല്ല ഓർഡർ വന്നത്. അതല്ലല്ലോ, അത് പാടില്ല. കാരണം റിലേറ്റീവ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണം. സോ അതിൻ്റെ റീസൺ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ കൊടുത്തേക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ അപ്പം സീറോ വെച്ച് നമ്മൾ സീറോനെ നോക്കിയിട്ട് സ്വാപ്പ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പം വേറെ എന്താ ചെയ്യാൻ പറ്റുന്നത്? എന്തായാലും സ്വാപ്പിങ് എടുക്കണം, എന്നാലേ ഈ സംഭവം വർക്കൗട്ട്. സോ അപ്പം അങ്ങനെ വരുമ്പോൾ സംഭവമാണ് എന്ന് മനസ്സിലായി. സീറോനെ ഫോക്കസ് ചെയ്ത കാര്യമില്ല. എനിക്ക് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ നോൺ സീറോ എലമെന്റ്സിനെ എന്തോ ചെയ്യണം. കാരണം ഇവരുടെ എലമെന്റ്സിന്റെ ഓർഡർ സെയിം ആയിരിക്കണം. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? 1 3 12 ഓർഡർ സെയിം ആയിരിക്കണം. അവരെ നമുക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ വേണം, അല്ലേ? ഒബ്വിയസ്ലി, കാരണം സീറോസ് ഉണ്ടായിരിക്കും. സോ ദാറ്റ് മീൻസ് ഈ 1 3 12 നമ്മൾ ആ ഒരു ഓർഡറിൽ തന്നെ ആദ്യമേ ഇതിനെ പിടിച്ച് അതിന്റെ പ്രോപ്പർ സ്ഥലത്ത് ഉണ്ടാക്കുന്നു, ഇതിനെ പിടിച്ച് പ്രോപ്പർ സ്ഥലത്ത് ഉണ്ടാക്കുന്നു, പ്രോപ്പർ സ്ഥലത്താണ്. അങ്ങനെ ഇത് മനസ്സിലായില്ലേ? അവരെല്ലാം ആദ്യമേ കൊണ്ട് ഫിൽ ചെയ്യുന്നു. ആദ്യത്തെ നോൺ സീറോ എലമെന്റ് ആയ 1നെ കണ്ടുപിടിച്ചു. ഓക്കെ, അവനെ കൊണ്ട് ആദ്യമേ നമ്മൾ കൊണ്ട് എന്ത് ചെയ്യുന്നു? സീറോത്ത് ഇൻഡെക്സിൽ കൊണ്ട് ഫിൽ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നോക്കി, നമ്മളൊരു ഫോർ ലൂപ്പിംഗ് റൺ ചെയ്തിട്ട് ആദ്യത്തെ നോൺ സീറോ എലമെന്റ് ഏതാ? 1. ഓക്കെ, നോൺ സീറോ എലമെന്റിനെ ഫോക്കസ് ചെയ്യുക, അതിനെ പിടിച്ചിട്ട് ആദ്യത്തെ ഇൻഡെക്സിലേക്ക് കൊണ്ടു കൊടുക്കുക, അതായത് സീറോത്ത് ഇൻഡെക്സിലേക്ക്. സോ ലെറ്റ് മീ ഡു വൺ തിങ്. ഓക്കെ, അപ്പം മനസ്സിലല്ലോ നമ്മൾ നോൺ സീറോ എലിമെന്റ്സിനെ പിടിക്കുന്നതിന്റെ റീസൺ എന്താണെന്ന് നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാണ്. ഓക്കെ, ലെറ്റ് സി ലെറ്റ്സ് ഗോ 0 1 2 3 and 4. ഓക്കെ, ഓൾ റൈറ്റ്, കൂൾ. സോ നോൺ സീറോ എലമെന്റ്സ് ആയ നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന 1നെ കണ്ടുപിടിച്ചു. ഓക്കെ, 1നെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്താ 1നെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണം, നമുക്ക് ഉറപ്പാണ്. ഇറ്റ്സ് ഒബ്വിയസ് ബാ, നമുക്ക് അറിയാം ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ വരുമ്പോൾ എങ്ങനെ 1 3 12 0 0 അല്ലേ? ഇതാണല്ലോ ഔട്ട്പുട്ട് തന്നെ. അപ്പോൾ 1നെ എന്തെങ്കിലും ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നോൺ സീറോ എലമെന്റ് വന്നു, അതിനെ നമ്മൾ ആദ്യത്തെ ഇൻഡെക്സിലേക്ക് സ്റ്റോർ ചെയ്യുന്നു, അതായത് സീറോത്ത് ഇൻഡെക്സിലേക്ക്. സോ വാട്ട് വിൽ ബി ദ ആൻസർ? ലെറ്റ് സി. നമുക്ക് കുറേ ഇന്റർമീഡിയറ്റ് അറേസ് ആയിരിക്കും. ലെറ്റ് സി. അപ്പോൾ 1നെ പിടിച്ച് നമ്മൾ ഈ രണ്ട് പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും റാപ്പ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്ത് 1 ഇവിടെ വന്നു, 0 ഇവിടെ വന്നു, ആൻഡ് ദെൻ 0 3 12. ഇതെല്ലാം നമ്മൾ ഇപ്പോഴത്തെ കേസ്. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ്? അപ്പം നമ്മൾ ഈ ഒരു പൊസിഷനിലാണ് ഇപ്പോൾ നമ്മൾ ഫോർ ലൂപ്പ് ചെയ്തേക്കുന്നത്. നമ്മൾ അതിനെ സ്വാപ്പ് ചെയ്ത് കിട്ടും. ഓക്കെ, അടുത്ത എവിടെയായിരിക്കും ഫില്ല് ചെയ്യേണ്ടത്? ഒബ്വിയസ്ലി നമ്മൾ ഇപ്പോൾ സീറോത്ത് എലമെന്റ് ആണല്ലോ ഫില്ല് ചെയ്തത്. അടുത്ത് ഫില്ല് ചെയ്യുമ്പോൾ എവിടെയായിരിക്കും? ഫസ്റ്റ് ഇൻഡെക്സിലേക്ക് ആയിരിക്കും. പക്ഷേ ഫസ്റ്റ് ഇൻഡെക്സിലേക്ക് ആരെ ഫില്ല് ചെയ്യണം? ഒരു നോൺ സീറോ എലമെന്റിനെ ഫില്ല് ചെയ്യണം. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് 1നെ കിട്ടി, റൈറ്റ്? ഇവിടെ നിന്ന് 1നെ കിട്ടി. അടുത്ത് നമ്മൾ ഈ പൊസിഷനിലേക്ക്, അതായത് സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തി. അവിടെ നോക്കുമ്പോൾ സീറോയാ. ബ്രദർ, ഇഫ് ഇറ്റ് ഈസ് എ നോൺ സീറോ എലമെന്റ്, ഇഗ്നോർ ഇറ്റ് ബ്രദർ. സിമ്പിൾ ആസ് ദാറ്റ്.
Now let's go to the other index. ഇത് നമ്മൾ ഫോർ ലൂപ്പിൽ റൺ ചെയ്യുന്ന നോൺ സീറോ എലമെന്റ് കണ്ടുപിടിച്ചു. ഓക്കെ, യെസ് ബ്രദർ, ഐ ഫൗണ്ട് ഔട്ട് 3 വിച്ച് ഇൻഡെക്സ്, തേർഡ് ഇൻഡെക്സിൽ ഞാൻ കണ്ടുപിടിച്ചു ഒരു നോൺ സീറോ എലമെന്റ്. ഫിൽ ഇറ്റ്, വേർ ടു ഫിൽ ഇറ്റ്, അത് സിമ്പിൾ അല്ലേ? അപ്പോൾ മനസ്സിലായില്ല, നമ്മൾ അടുത്ത നേരത്തെ സീറോത്ത് ഇൻഡെക്സ് ഫിൽ ചെയ്തു, അടുത്ത ഫസ്റ്റ് ഇൻഡെക്സിലേക്ക് ഫിൽ ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ സീറോയും ഈ 3യും നമ്മൾ സ്വാപ്പ് ചെയ്യണം. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇപ്പം നമ്മുടെ ഔട്ട്പുട്ട് എന്തായി? ഇതിൻ്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോർ ലൂപ്പ് എന്താ ചെയ്യുന്നത്? ഫോർ ലൂപ്പ് നോൺ സീറോ എലമെന്റിനെ കണ്ടുപിടിക്കുന്നത് എവിടം വരെ? അറയുടെ അവസാനം വരെ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഈ സീറോയും 3 സ്വാപ്പ് ചെയ്യാൻ പോണേ. ശ്രദ്ധിക്കണം, ഇവിടെ ഈ സീറോ ഓൾറെഡി ഉണ്ട്. ഓൾറൈറ്റ്, ഇവിടെ ഓക്കെ ഞാൻ സ്വാപ്പ് ചെയ്തില്ല, മൈ മിസ്റ്റേക്ക്. ഓക്കെ, വെൽ ഗുഡ്, ലെറ്റ്സ് ഗോ. യാ, ലെറ്റ്സ് ഗോ. 3 ഇവിടെ വന്നു, 0 ഇവിടെ വന്നു. നമ്മൾ സ്വാപ്പ് ചെയ്തു, സിമ്പിൾ. 12 ആസ് ഇറ്റ് ഈസ്. നമ്മുടെ ഫോർ ലൂപ്പിൻ്റെ പോയിന്റർ ഇവിടെ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇപ്പം സീറോത്ത് ഇൻഡെക്സ് ഫില്ല് ചെയ്ത് അടുത്ത ഫസ്റ്റ് ഇൻഡെക്സ് ഫില്ല് ചെയ്ത്, അത് നമ്മൾ സിമ്പിൾ ആയി മനസ്സിലില്ല. അതായത് ഏതെങ്കിലും ഒരു വേരിയബിൾ വെക്കാം, ആദ്യം സീറോ ഫില്ല് ചെയ്തു, പിന്നെ ഒരെണ്ണം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആ വേരിയബിൾ ഇൻക്രിമെന്റ് ചെയ്യാം. ചുമ്മാ ഒരു വേരിയബിൾ എടുക്കുക, ഐ എന്ന് പറഞ്ഞ വേരിയബിൾ എടുക്കുക. ഓരോ നമ്പറിലും നമ്മൾ നോൺ സീറോ എലമെന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഐ പോയിന്റർ ഇൻക്രിമെന്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യാമല്ലോ സീക്വൻസ് ആയിട്ട്. അടുത്ത എവിടെയായിരിക്കും ഫില്ല് ചെയ്യാൻ പോകുന്നത്? സെക്കൻഡ് പൊസിഷനിൽ. അപ്പോൾ നമ്മൾ ഐ എന്ന് പറയുന്നത് I+1 അങ്ങനെ കൊടുക്കുക, സിമ്പിൾ ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അടുത്ത എവിടേക്ക് ഫില്ല് ചെയ്യാൻ പോകുന്നത്? സെക്കൻഡ് പൊസിഷനിലേക്ക് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് നോക്കാം. ഇപ്പം നമ്മുടെ ഫോർ ലൂപ്പ് എവിടെയാണ്? ഈ പൊസിഷനിൽ. അടുത്ത എവിടേക്ക് ഫില്ല് ചെയ്യാൻ പോകുന്നത്? അടുത്ത നമ്മൾ ഫോർ ലൂപ്പ് എങ്ങോട്ടാണ് പോകുന്നത്? അടുത്ത ഈ പൊസിഷനിലേക്ക് ഫോർ ലൂപ്പ് പോയി. എന്തിന്? ബ്രദർ, വേർ ഈസ് മൈ നോൺ സീറോ എലമെന്റ്? ഫൗണ്ട് ഔട്ട്, ഐ ഫൗണ്ട് ഔട്ട്. വേർ ഇറ്റ് ഈസ് 12 ഇൻ വിച്ച് ഇൻഡെക്സ്? ഫോർത്ത് ഇൻഡെക്സ്. വേർ ഷുഡ് ഐ സ്വാപ്പ്? ഒബ്വിയസ്ലി സീറോയും 1ഉം നമ്മളോട് ഫില്ല് ചെയ്തു. അടുത്ത എവിടെയായിരിക്കും ഫില്ല് ചെയ്യാൻ പോകുന്നത്? സെക്കൻഡിലായിരിക്കും ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വെൽ ഗുഡ്, സ്വാപ്പ് ഇറ്റ്. വൈ വെയിറ്റ്? ജസ്റ്റ് സ്വാപ്പ്. നൗ വാട്ട് ഈസ് ദ ആൻസർ? ആസ് സിമ്പിൾ ആസ് ദാറ്റ് ബ്രദർ. സിമ്പിൾ, ഈസി പീസി. 0 ഇവിടെ എന്ത് വരും? 12 വന്നു. 0 ആസ് ഇറ്റ് ഈസ് 0. ആൻസർ ആയോ? ആയി. ആൻസർ ആയോ? ആയി. എന്താ പാടിയിരിക്കുന്നത്? സിമ്പിൾ. വൈ ദിസ് വർക്ക്സ്? ബിക്കോസ് നമ്മൾ നോൺ സീറോ എലമെന്റ്സിനെ ഫോക്കസ് ചെയ്തു. നൗ ഗൈസ് റിമെമ്പർ, ഈ ഒരു പാറ്റേൺ പല പ്രോബ്ലംസിലും നിങ്ങൾ കാണാൻ പോകാം. സോ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് പ്രോപ്പർലി. വീഡിയോ മനസ്സിലാക്കി ഒന്നുകൂടെ പോയി കാണാം. ഇനി ഇതിൻ്റെ കോഡ് വേണമെങ്കിൽ കാണിക്കാം. നോ യൂസ്. ഓക്കെ, ഇതിൻ്റെ ഫുൾ കോൺസെപ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താൽ. ലെറ്റ്സ് ഗോ ടു ദി സൊല്യൂഷൻ. All right, let's go. Okay. All right, so നമ്മൾ ഇതാണ് സൊല്യൂഷൻ. ഇതിനകത്ത് നമ്മൾ പറയുമ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു ഫോർ ലൂപ്പ് ഞാൻ പറഞ്ഞ ഒരു വേരിയബിൾ ഉണ്ട്. നമ്മുടെ ഏത് ഇൻഡെക്സിലേക്ക് ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞില്ല. ആദ്യം നമ്മൾ എവിടെയായിരിക്കും ഫില്ല് ചെയ്യുന്നത്? സീറോത്ത് പൊസിഷനിലേക്ക് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഈ നമ്മുടെ ഈ J = 0 എന്ന് പറഞ്ഞാൽ ആ ഒരു വേരിയബിൾ. ഞാൻ ഒരു I എന്ന് പറഞ്ഞൊരു വേരിയബിൾ മനസ്സില്ല, ആ വേരിയബിളാണ് നമ്മുടെ ഈ J എന്ന് പറയുന്ന സാധനം. ഓക്കെ, അത് നമ്മൾ ജസ്റ്റ് ഇൻക്രിമെന്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ പിന്നെ നോൺ സീറോ എലമെന്റ്സിനെ കണ്ടുപിടിക്കുക ഒരു ഫോർ ലൂപ്പ് ആണെന്ന് പറഞ്ഞത്. ആ ഫോർ ലൂപ്പാണ് നിങ്ങൾ ഈ കാണുന്ന ഈ സാധനം. അത് എവിടം വരെ പോകുന്നുണ്ട്? ലെന്ത് ഓഫ് ദി നംസ് വരെ, അതായത് 0 തൊട്ട് ലൈക്ക് നമ്മുടെ ലെന്തിന് തൊട്ട് മുമ്പുള്ള ഇൻഡെക്സ് വരെ പോകും. അല്ല, അതിൽ നമ്മൾ ഫോർ ലൂപ്പിനകത്ത് പഠിച്ചേക്കുന്നത്. ഇത് നമ്മുടെ നോൺ സീറോ എലമെന്റ്സിനെ കണ്ടുപിടിക്കുന്ന ഫോർ ലൂപ്പ്. അതാണ് ഇവിടെ കുറച്ച് കാണേണ്ടത്. ഈഫ് നംസ് ഓഫ് I നോട്ട് ഈക്വൽ ടു 0, അതായത് ഒരു നോൺ സീറോ എലമെന്റ്സ് ആണെങ്കിൽ ഈഫ് കണ്ടീഷൻ ട്രൂ ആവും. സോ ഈ എൻ്റയർ കോഡ് എന്താ? സിമ്പിൾ, യു നോ ഇറ്റ് ബ്രദർ. ഇറ്റ് ഈസ് ജസ്റ്റ് എലമെന്റ് സ്വാപ്പിംഗ്, ആസ് സിമ്പിൾ. ആരുമായിട്ട് സ്വാപ്പ് ചെയ്യുന്നത്? സിമ്പിൾ. നമ്മൾ നോൺ സീറോ എലമെന്റിനെ കണ്ടുപിടിച്ചല്ലോ. ഓക്കെ, ആ നോൺ സീറോ എലമെന്റിനെ നമ്മൾ സ്വാപ്പ് ചെയ്യണം. എവിടെയായിട്ട്? യെസ്, നമുക്ക് ഓരോ ഇൻഡെക്സ്, അതായത് സീറോത്ത് ഇൻഡെക്സിൽ വെച്ച് ആമേ നോൺ സീറോ എലമെന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ സീറോത്ത് ഇൻഡെക്സ് വെച്ച് സ്വാപ്പ് ചെയ്തു. അടുത്ത നോൺ സീറോ എലമെന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻഡെക്സ് എടുത്ത്, നെക്സ്റ്റ് ആണെങ്കിൽ തേർഡ് ഇൻഡെക്സ്, അങ്ങനെയല്ലോ വന്നത്. അപ്പം കണ്ടില്ലേ, നമ്മൾ അതാണ് ഇവിടെ J കൊടുത്തേക്കുന്നത്. പിന്നെ മറ്റേ നമ്മുടെ നോൺ സീറോ എലമെന്റിന്റെ ഇൻഡെക്സ് I. അതായത് ഒരു നോൺ സീറോ എലമെന്റിനെ കണ്ടുപിടിച്ച് സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ആ പർട്ടിക്കുലർ പോയിന്ററിനെ ഇൻക്രിമെന്റ് ചെയ്യണം. കണ്ടോ? ആ ഇൻക്രിമെന്റ് ചെയ്തതുണ്ടോ? കണ്ടല്ലോ, കഴിഞ്ഞു. That's entire code. I have explained each and everything with code, with theory. Okay, entire സാധനം ഞാൻ വരച്ചു കാണിച്ചിട്ടുണ്ട്. No doubt should be there. Still you have any doubt? Please let me know in the comments. Okay, so നമ്മളിങ്ങനെ മലയാളത്തിൽ ഫുൾ എക്സ്പ്ലനേഷൻ ആയിട്ട് പറയുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രോബ്ലംസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ. സോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് പോയി ലൈക്ക് ചെയ്യുക. എനിക്ക് അത്ര പറയാനുള്ളൂ. സോ ഈ സജഷൻസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. പിന്നെ മറക്കില്ല, ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേരെ. ഓക്കെ, സോ ബൈ, ലവ് യു ഗൈസ്.